യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വചനം നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വേദഭാഗമാണല്ലോ. പ്രത്യേകിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായിയിലോ ലൂക്കോസിലോ പരാമർശിക്കാത്തതായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഉപമ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഉപമ എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം അവൻ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നതുപോലെ ആകുന്നു എന്ന് പറഞ്ഞതായ വളരെ ശ്രേഷ്ഠമേറിയ ഉപമയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ഇവിടെ പറയപ്പെടുന്ന മനുഷ്യൻ ആരാണ്, അതേപോലെ തന്നെ ഇവിടെ പറയുന്ന വിത്ത് എന്താണ് എന്നുള്ള കാര്യമാണ്. മനുഷ്യൻ എന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് യേശുക്രിസ്തു നിയോഗിക്കുന്നതായ നമ്മൾ ഓരോരുത്തരെയും ഇവിടെയുള്ള മനുഷ്യൻ പ്രതിനിധീകരിക്കുന്നു. അതേപോലെ തന്നെ വിത്ത് എന്നുള്ളത് ദൈവത്തിന്റെ വചനമായിട്ടും ആ വചനത്തിന്റെ പ്രത്യേകത നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയല്ലോ. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ അറിയിക്കുന്നതായ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അവൻ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അവൻ വാസ്തവമായിട്ടും ഈ ജീവനുള്ളതായ കർത്താവ് യേശുക്രിസ്തുവായ വചനത്തെയാണ് അവൻ സ്വീകരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഉപമയുടെ ആദ്യ ഭാഗം തന്നെ പറയുന്നതായ ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വളരുന്നത് പോലെ ആകുന്നു എന്നുള്ള ഭാഗമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മണ്ണിലാണ് വിത്ത് എറിയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിതക്കാരന്റെ ഉപമ പഠിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനിടയായി തീർന്നു, മനസ്സിലാക്കുവാനിടയായി തീർന്നു. നല്ല നിലത്താണ് വിത്ത് വിതയ്ക്കപ്പെടേണ്ടത്. നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ നല്ല നിലമാകണം. ഒരിക്കലും ഈ ലോകത്തിലെ പിശാച് നമ്മളിൽ വീഴുന്നതായ വചനം എടുത്തുകൊണ്ട് പോകത്തക്ക അധികാരവും അവകാശവും ഉള്ളവനായി തീരുന്ന നിലയിൽ നമ്മൾ വഴിക്ക് സമാനമാകരുതെന്നും, അതേപോലെ തന്നെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയധികം വിചാരപ്പെടുന്നവരായി, ധനത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നിറഞ്ഞവരായി നമ്മൾ തീർന്നാൽ നമ്മളിൽ വീഴുന്നതായ ദൈവത്തിന്റെ വചനം അതിനെ മുളയ്ക്കാൻ കഴിയാത്തതായ അവസ്ഥയിലേക്കും വളരുവാൻ കഴിയാത്തതായ അവസ്ഥയിലേക്കും അത് കടന്നു വരുന്നുവെന്നും, അതേപോലെ തന്നെ പാറസ്ഥലം, അതായത് ഏറെ മണ്ണില്ലാത്തതായ അവസ്ഥ, ഏറെ ജലാംശമില്ലാത്തതായ അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നതായ വചനം അത് പ്രാവർത്തികമാവുകയില്ല എന്നുള്ളതും നമുക്ക് വിതക്കാരന്റെ ഉപമയിൽ നിന്ന് പഠിക്കാനിടയായി തീർന്നു. എന്നാൽ ആ ഉപമയുടെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ വിതയ്ക്കപ്പെടുന്ന വചനം നല്ല നിലത്താണെങ്കിൽ, അഥവാ ഇവിടെ പറയപ്പെട്ടതായ വഴി സമാനമായതോ മുള്ളിന്റെ സമാനമായതോ പാറസ്ഥലം പോലെയുള്ളതായ അവസ്ഥകളെല്ലാം നീക്കപ്പെട്ടതായി ഒരുക്കപ്പെടുന്നതായ ഒരു നിലത്താണ് ഈ വിത്ത് വീഴുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വചനം വീഴുന്നതെങ്കിൽ അത് 30, 60, 100 മേനിയായിട്ട് വളരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിതയ്ക്കുന്നതായ ദൈവത്തിന്റെ വചനം അത് ഒരുക്കപ്പെട്ട നിലത്ത് വീഴുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നിലമൊരുക്കുന്നതായ ആ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമുക്ക് ദൈവത്തോട് യാചിക്കുവാൻ കഴിയുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരോടാണോ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് അവരിൽ ഈ വിത്ത് വീണിട്ട് അത് വളരെയധികം ഫലം കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തീരും. വിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായല്ലോ. എന്നാൽ ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക മർമ്മം അല്ലെങ്കിൽ ദൈവരാജ്യ രഹസ്യം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഈ മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. അതിനർത്ഥം അവന്റെ ആകെ ഉള്ളതായ ഒരു ജോലി എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവൻ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും അവൻ ആ ഫീൽഡിലോട്ട് തന്നെ പോകുന്നു എന്ന് പോലും സംശയമായി ഇവിടെ പറഞ്ഞുകൊണ്ട് അവന് ഈ വിത്തിന്റെ വളർച്ചയിൽ യാതൊരു വിധമായ പങ്കാളിത്തവുമില്ല. നമുക്കറിയാം, ഒരു വിത്ത് നമ്മൾ വിതച്ച ശേഷം ആ വിത്തിൽ ഉള്ളതായ ജീവൻ ആ മണ്ണിൽ വെച്ച് തന്നെ അതിൽ വ്യാപരിച്ച്
അത് വളരുവാൻ ആരംഭിക്കും. അതിൽ ഒരു പ്രോസസ്സ് ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിന് വെള്ളം ഒഴിക്കുന്നു, നനയ്ക്കുന്നു, അതേപോലെ തന്നെ വേണ്ടതായ സൂര്യപ്രകാശത്തിന് ലഭ്യത നമ്മൾ ഉറപ്പാക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നെങ്കിൽ തന്നെയും വിത്തിന്റെ വളർച്ച അതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരിക്കലും മണ്ണല്ല വിത്തിനെ വളരുമാറാക്കുന്നത്, ഒരിക്കലും കാലാവസ്ഥയല്ല വളരുമാറാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്നതായ കൃഷി രീതികളല്ല വിത്തിനെ വളരുമാറാക്കുന്നത്. വിത്തിന്റെ അകത്ത് ഉള്ള ജീവനാണ് അതിനെ വളരുമാറാക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം കേട്ടവരായ നമ്മളിൽ ആ ദൈവത്തിന്റെ വചനം സ്വീകരിക്കപ്പെട്ട് അതിന്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കുക. നമ്മൾ അതിനുവേണ്ടി യാതൊന്നും ചെയ്യേണ്ട, പക്ഷെ നമ്മൾ അതിന് സഹായകരമായിട്ടുള്ള നിലപാടുകളും ഒക്കെ നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും ഈ വിത്തിന്റെ വളർച്ച നമ്മളിൽ വളരെ സ്വാഭാവികമായി നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ വിത്തിന് ഒരു വളർച്ച പ്രകൃതിയുണ്ട്. ആ പ്രകൃതിക്കനുസരിച്ചാണ് ഈ വിത്ത് വളരുന്നത്. ഇതൊക്കെയും സംഭവിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറമായുള്ള പ്രവൃത്തിയാണ് വിത്തിൽ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ രാത്രി ഉറങ്ങിയും പകല് വിശ്രമിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും വിത്ത് അതിൽ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അപ്പോസ്തലൻ പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ താൻ പറയുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. ഇത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ദൈവരാജ്യത്തിന്റെ വളർച്ച നമ്മളിൽ സംഭവിക്കുന്നത് അത് ദൈവത്താലുള്ള വളർച്ചയാണ് സംഭവിക്കുന്നത്. അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അതായത് ഞാൻ വിതച്ചു. അപ്പൊല്ലോസ് ദൈവവചനം ആളുകളോട് സംസാരിക്കുകയും അവർക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് സഹായകരമായി നിന്ന് നനയ്ക്കുന്നത് പോലെയുള്ള അനുഭവം അപ്പൊല്ലോസ് കൊടുത്തു. പക്ഷേ ഇത് രണ്ടും ഞാനും അപ്പൊല്ലോസും ചെയ്തെങ്കിലും ദൈവമാണ് ഇതിനെ വളരുമാറാക്കുന്നത്. അഥവാ ഞാൻ നട്ടാലും അപ്പൊല്ലോസ് നനച്ചാലും ദൈവം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ വിത്തിന് വളരുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സത്യമാണ് ഇത്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 1-ാം അധ്യായം 23-25 വാക്യങ്ങളിൽ താൻ പറയുന്നുണ്ട്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് തീർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത പറയുന്നു, അത് കെടുന്ന ബീജമല്ല, മറിച്ച് അത് കെടാത്ത ബീജമാണ്. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത വിത്താണ്, അത് ജീവനുള്ളതാണ്, നിലനിൽക്കുന്നതാണ്. ആ ദൈവവചനത്താൽ തന്നെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിൽ അവൻ വീണ്ടും ജനിക്കുന്നു. ഹിസ് ബോൺ അഗൈൻ എക്സ്പീരിയൻസ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ ആദ്യമായി ഈ ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ രണ്ടാമത് നമുക്കൊരു ജനനമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആ ജനനം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിച്ചതുപോലെയല്ല, മറിച്ച് ദൈവവചനത്താലുള്ള ജനനമാണ്. ദൈവവചനം നമ്മൾ കേട്ട് ആ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആ നിമിഷം മുതൽ ദൈവത്തിന് മക്കളാകുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കേട്ട ആ വചനത്താൽ നമ്മൾ ദൈവമക്കൾ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, നാം ദൈവമക്കളാകുവാൻ ദൈവം നമുക്ക് അധികാരം നൽകി. കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക വഴിയാണ് നമ്മൾ ദൈവമക്കൾ ആകുന്നത്. നോക്കുക, നമ്മൾ അങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുകയും ആ വിതയ്ക്കപ്പെടുന്നതിലൂടെ സാവധാനത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മെ ദൈവമക്കൾ എന്നുള്ള ആ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തും. അപ്പോൾ മുതലാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതായ ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മളിൽ പൂർണ്ണമായും വരുന്നത്. നമ്മൾ ദൈവത്തെ മറ്റാരെങ്കിലും അപ്പ എന്ന് വിളിക്കുന്നതുകൊണ്ട് വിളിക്കുകയല്ല. ജനിക്കുന്ന ഒരു കുഞ്ഞ് അതിന്റെ അമ്മ ആരാണെന്ന് അതിനോട് പറഞ്ഞില്ലേലും ആരുടെ മുലപ്പാലാണോ ആ കുഞ്ഞ് കുടിക്കുന്നത്, ആ കുഞ്ഞ് ആ സ്ത്രീയെ വിളിക്കുന്ന പേരാണ് അമ്മ എന്നുള്ള പേര്. അതുപോലെ തന്നെയാണ് ദൈവത്താൽ നമ്മൾ ദൈവവചനത്താൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മെ ജനിപ്പിച്ചതായ ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നു. ഇതാണ് പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ,
നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. നോക്കൂ, ഇതാണ് ദൈവരാജ്യം. അപ്പോൾ ഇപ്രകാരം ദൈവവചനത്താൽ ജനിച്ചവരായ ആളുകളാണ് ദൈവരാജ്യത്തിലെ ആളുകൾ അല്ലെങ്കിൽ പ്രജകൾ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ദൈവവചനത്തിന് നമ്മൾ ആരും കാണാത്തതായ ഒരു വളർച്ചയുടെ സ്വഭാവമുണ്ട്. നമ്മൾ ഉറങ്ങിയാലും നമ്മൾ വിശ്രമിച്ചാലും ദൈവവചനം അതിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടത്തിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പുളിച്ച മാവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ കാണാതെ തന്നെ അതിൽ ഒരു പ്രോസസ്സ് നടക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ പ്രവൃത്തി വ്യാപരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇതിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിൽ ദൈവപ്രവൃത്തി നാം ദൈവവചനം കേൾക്കുന്ന ആ സമയം മുതൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയുന്നത്. ഒരു വ്യക്തി അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമാണ് അവനിൽ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി അവൻ അറിയാതെ തന്നെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നോക്കുക, ഒരു കൃഷിക്കാരൻ താൻ ഇങ്ങനെ തൻ്റെ വയലിൽ വിത്ത് വിതച്ച ശേഷം അവൻ വീട്ടിൽ പോയി ഉറങ്ങുകയും പകല് മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം വിതച്ചതായ ആ വിത്ത് കിളിർക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്, വളരെ വേഗം ഞാൻ അതിൻ്റെ നാമ്പ് കാണുവാൻ ഇടയായിത്തീരും, വളരെ വേഗം അതിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് കാണുവാൻ ഇടയായിത്തീരും. കാരണം ആ വ്യക്തി ആ വിതയ്ക്കപ്പെട്ട വിത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ കേൾക്കുന്നതായ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ തന്നെ അത് ശരിയായിട്ടും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടതായ വചനത്തിൻ്റെ ആ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതാരും മറന്നു പോകരുത്. അടുത്ത ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില ചിന്തകളോട് ചിന്തിച്ച ശേഷം നമ്മൾ ഈ ഉപമയിൽ നിന്നും നമ്മൾ മറ്റൊരു ഉപമയിലേക്ക് മാറുന്നതായിരിക്കും. ഇന്ന് കേട്ട വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവവചനം ശരിയായ നിലത്ത് വീഴുന്നു അല്ലെങ്കിൽ ശരിയായ ഹൃദയത്തിൽ വീഴുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം നമ്മൾ നല്ല നിലമാക്കി മാറ്റണം. ഈ ലോകത്തിൻ്റെ വിചാരങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു ഹൃദയമല്ല. അതേപോലെ തന്നെ ധനത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് നിറയുന്ന ഒരു ഹൃദയമല്ല. ദൈവവചനത്തോടുള്ള ഒരു വിശപ്പ് ഉണ്ടാകുന്നതായ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല നിലമാകുകയും കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ട് അത് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രവൃത്തി നമ്മളിൽ തുടരുകയും ചെയ്യും. നാം കേൾക്കുന്ന വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ ആ അത്ഭുത പ്രവൃത്തി ഞങ്ങൾ ഉറങ്ങുമ്പോഴും ആ ദൈവപ്രവൃത്തി ഞങ്ങളിൽ സംഭവിക്കുന്നു എന്ന് വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നതിനായി സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ വചനം കേവലം ഞങ്ങൾക്കുള്ള ഒരു മാർഗദർശനമോ ചില പ്രമാണങ്ങളോ മാത്രമല്ല, ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനമാകിയാൽ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാകിയാൽ, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന വചനമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതും ഒരുമിച്ച് നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാവുന്നതാണല്ലോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.